എന്തുട്ടാ എന്താ പിന്നെ പരിപാടി? വെറുതെ കിടക്കണു. ഇതാ കിടക്കണല്ലേ? പിന്നെ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ എന്താ ചെയ്യുന്ന പരിപാടി? ഞാൻ വെറുതെ കിടക്കും, എനിക്ക് ഗീത കേൾക്കും. ഭഗവത്ഗീത മാത്രമേ കേൾക്കുന്നുള്ളൂ നീയെ? വേറെ ഒന്നും കേൾക്കുന്നില്ല? ഇല്ല. അപ്പൊ അമ്മ നിന്നോട് പാട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ പിന്നെ പഠിക്കാം. ഏയ് അങ്ങനെ പറയില്ല കണ്ണാ. നമുക്ക് ആറ്റുകാലിലേക്ക് പോകണ്ടേ? ഒക്ടോബറിൽ ആറ്റുകാലിന് ഞങ്ങളുടെ തിരുവാതിരക്കളിയുടെ ഇതുണ്ടല്ലോ. എന്താ പറയുക, തിരുവാതിരക്കളി കളിക്കുന്നുണ്ടല്ലോ നമ്മളവിടെ. മറ്റേ ഇതിന് പോകുമ്പോൾ എന്താ പറയുകടാ, അയ്യോ മറന്നല്ലോ. പൂജവെപ്പിന് നമ്മളവിടെ കളിക്കാൻ പോകണ്ടല്ലോ. അപ്പം ആറ്റുകാലം നമ്മുടെ ഒരു പാട്ട് പഠിച്ച് നിനക്കവിടെ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ മോനത് പഠിക്കായിരുന്നില്ലേ? അതൊക്കെ പിന്നെ പഠിക്കാന്നേ. പിന്നെ എന്ന് പറഞ്ഞാൽ എവിടെ ദിവസം ഉണ്ടാവുക? നമ്മൾ നാളേക്ക് നീട്ടി വെച്ച എന്ത് കാര്യം എന്താ ഉണ്ടാവുക എന്നറിയോ? നേരം പോയിക്കൊണ്ടേയിരിക്കും. ഇന്ന് തുടങ്ങേണ്ട കാര്യം ഇന്ന് തന്നെ തുടങ്ങണം. നാളേക്ക് മാറ്റി വെച്ചാൽ അത് വൈകി തന്നെയുള്ളൂ. എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കണ്ണാ? നമുക്ക് എന്താ മറ്റേ എപ്പോഴും ഇത് പറയാ? ആരും പരീക്ഷയിൽ പഠിത്തന്നതായിരുന്നു. അപ്പം അത് കഴിഞ്ഞാലും ഇല്ലേ സ്വൈര്യം? നീ എന്തിനാ അതിനിപ്പോൾ ചൂടാവണേ? പിന്നെ അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ പഠിക്കേ വെറുതെ കിടക്കുമ്പോൾ നിനക്ക് ബോറടിക്കില്ല? എന്തു നീ ചൂടാവരുന്ന എന്തിനാ? ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചൂടാവരുതെന്ന്. പിന്നെ അല്ലാണ്ട് ചൂടാവേണ്ട കാര്യമായി ഇപ്പം അമ്മ പറഞ്ഞത്. പിന്നെ വെറുതെ ഒന്ന് പരീക്ഷ കഴിഞ്ഞ് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിൽക്കുമ്പോൾ അപ്പം വേറെ. നിന്നോട് ഞാൻ പഠിക്കാനൊന്നും പറഞ്ഞില്ലോ. ജസ്റ്റ് എന്താ പറഞ്ഞത്, ഒന്ന് ഇതാവാനല്ലേ പറഞ്ഞുള്ളൂ. എന്താ പറയുക, നമ്മുടെ ഒരു പാട്ട് പഠിക്കാനല്ലേ പറഞ്ഞത്. അത് ദേവിയുടെ പാട്ടല്ലേ പഠിക്കാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ലല്ലോ. അത് ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അതിനിപ്പോഴേ എന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ പ്രഷർ കയറ്റാൻ പാടുണ്ട് അമ്മേ. നീ എന്തിനു പറഞ്ഞു ചൂടാവണേ? നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ശരീരത്തിന്, ഞാൻ പറഞ്ഞത് കേൾക്കുക, കയ്യിനും കാലിനും വയ്യാത്തൊരു കുട്ടിയാണ് നീ. ഞാൻ പറഞ്ഞത് കേൾക്കട, എന്നിട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ മതി. വയ്യാത്തൊരു കുട്ടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ നാവ് അതെപ്പോഴും നന്നായിരിക്കണം. നാളെ ഇന്ന് തന്നെ ഞാൻ മരിച്ചു പോയാൽ നാളെ നീ മറ്റുള്ളവരുടെ കീഴിലാണ് വളരേണ്ടത്. ഇന്ന് നിനക്ക് എൻ്റെ അടുത്ത് എന്തും പറയാം, ദേഷ്യപ്പെടാം, എന്ത് പറഞ്ഞാലും ഞാൻ നിന്റെ പിന്നാലെ വരും. കാരണം നീ എൻ്റെ മകനാണ്. അതുകൊണ്ട് പറയട്ടെ, എന്നിട്ട് മറുപടി മതി. ഈ ക്ഷമയില്ലായ്മ വേണ്ട. അതുകൊണ്ട് എപ്പോഴും എന്ത് വേണം? എന്താ വേണ്ടത്? വാക്ക്, പ്രവൃത്തി, ചിന്ത, ഇത് മൂന്ന് നന്നാവണം എന്നാണ് ഞാൻ പറയണേ. പക്ഷെ നിൻ്റെ ചിന്തയും പ്രവൃത്തിയൊന്നും വേറെ പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ, നിനക്ക് കളങ്കമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ ദേഷ്യം എടുത്ത് ചേട്ടൻ കുറച്ചോളോ. മറ്റുള്ളവർ ചാടണ പോലെ നീ ചാടണ്ട. മറ്റുള്ള കുട്ടികളൊക്കെ ഈ പ്രായത്തിൽ ഭയങ്കര ദേഷ്യം കാണിക്കുന്നുണ്ടാവും ചില കുട്ടികളൊക്കെ. പക്ഷെ അതൊക്കെ അവരുടെ വീട്ടിൽ നിന്നല്ല അവർക്ക് നടക്കും. അവർക്ക് ശരീരത്തിന് കുഴപ്പമില്ലാത്ത കുട്ടികളാണ്. നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ ഒരാളെടുത്ത് കൊടുന്ന് തരണം. നിനക്ക് ഒന്ന് ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് കൊതുക് കടിച്ചാൽ മാന്തണം എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് മാന്തി തരണം. ഒരു ഉറുമ്പ് കടിച്ചാൽ അവിടെ ഉറുമ്പുണ്ടെങ്കിൽ ആ ഉറുമ്പിനെ എടുത്ത് കളയാൻ ഒരാൾ വരണം. ഇല്ലെങ്കിൽ ഉറുമ്പ് അവിടെ കടിച്ചുകൊണ്ട് ഇരിക്കും. അപ്പോൾ അത് നാവ് പൊട്ടിയ മറ്റുള്ളവർ അങ്ങനെ കേട്ടൊന്നും വരില്ല. അമ്മയുടെ ചിലപ്പോൾ എൻ്റെ വീട്ടുകാരനെ നിന്നെ നോക്കുക, അവർ പൊന്നു പോലെ നിന്നെ നോക്കും ചെയ്യും. പക്ഷേ ഈ സ്വഭാവം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെന്തെങ്കിലും പണി തിരക്കിലാവും. ആ സമയത്ത് അവർ ഇതേ വരുന്നു എന്ന് എന്തെങ്കിലും പറഞ്ഞ് ഇതേപോലെ ചൂടായി അവർ പെടുവോ? ഇല്ല. അപ്പം എന്ത് വേണം? നല്ല പ്രവൃത്തി, നല്ല വാക്ക്. ഈ വീണ്ടും വിളിക്കും ദേഷ്യപ്പെട്ടോ ഇങ്ങനെ പിടിച്ചിരിക്കാനില്ല. അതേ കണ്ടില്ലേ പിടിച്ചിരിക്കണത്? പിടിച്ചിരിക്കണേ നിന്നോടെ പറഞ്ഞ ശരിക്കും പിടിക്കാൻ വായ. ഞാനോട് മിണ്ടും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എൻ്റെ പണി നോക്കി ഇവിടെ ഇരിക്കാൻ പോവുക. ഒരു ദിവസം എൻ്റെ ഈ ജീവിതം മുഴുവൻ ഞാൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടണേ. വേറെ എനിക്ക് ആർക്കും വേണ്ടി കഷ്ടപ്പെടില്ല. ഒറ്റയ്ക്കുള്ള പടപെടുതല്ല ഞാൻ ഈ കുട്ടിയുടെ അടുത്ത്. എൻ്റെ വീട്ടുകാർ എനിക്ക് സഹായത്തിനുണ്ടില്ല എന്നല്ല പറയണേ. എന്നാലും പക്ഷെ പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ, നാളെ എൻ്റെ കാലഘട്ടം കഴിഞ്ഞവൻ ജീവിക്കണ്ടേ. ഇങ്ങനെ ദേഷ്യപ്പെട്ടു തുടങ്ങി എന്താ കണ്ടേ ജീവിതത്തിൽ? എന്നോട് മിണ്ടണ്ട. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അമ്മേ പെണ്ണുങ്ങല്ലേ അമ്മേ എന്നിട്ട് എൻ്റെ മടിയിൽ വന്ന് കിടന്നാൽ എനിക്ക് സന്തോഷമൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് പറയാം ആദ്യം. വേണ്ട അപ്പോഴും അവൻ്റെ ശരീരത്തിൽ അവൻ്റെ മനസ്സിലാ ദേഷ്യമുണ്ട്. മനസ്സിലായി. ഞാൻ ഇപ്പൊ നിനക്ക് ചൂടാവെന്ന് എന്തെങ്കിലും പറഞ്ഞ നിന്നെ? ഞാൻ പാട്ട് പഠിക്കുന്ന വയസ്സിലെ പറഞ്ഞെങ്ങനെ ശരിയാവാ? കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്തോട്ടെ ഞാൻ, എന്നിട്ട് പഠിക്കായോ?
പഠിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഒക്ടോബറൊക്കെ ഇതാന്നിട്ട് വരും ഇങ്ങോട്ട്. ഇനിയുണ്ട് സമയം. ഓണം കഴിയണം. ഓണം കഴിഞ്ഞിട്ട് ഒക്ടോബർ വരെയോ. വിഷു ആവണല്ലോ. അല്ല ഞാൻ പറഞ്ഞത് കേക്കണ്ടട്ടാ. എനിക്ക് ഞാൻ തന്നെയുള്ളൂ. എനിക്ക് നീയും കൂടി ഇല്ല ഇപ്പൊ എന്നെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചാട്. എൻ്റെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല എനിക്ക്. പിണങ്ങിയ വിഷമിക്കരുത്. വാ വാ വാ. ഉമ്മത്താ അമ്മയുടെ പൊന്നുമോനല്ലേ. ഇതാണ് എന്നെ വിഷമിപ്പിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ. നമ്മുടെ പൊന്നുമോനല്ലേന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സലിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ എൻ്റെ ചൂടാവരുതിട്ട് എന്തോ എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. ഇല്ല ചൂടാവില്ല. അമ്മേനെ അങ്ങനെ പറയുക. അമ്മയുടെ സമാധാനത്തിൽ പറഞ്ഞിട്ട് അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പഠിക്കാമ്മ, എനിക്ക് കുറച്ച് ദിവസം ഇങ്ങനെ വെറുതെ കിടക്കണം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് കേൾക്കട്ടെ, അങ്ങനെ പറഞ്ഞൂടെ. ശരി, അമ്മയോട് അങ്ങനെ ഒറ്റയും പറയുക. ഉമ്മത്താ ഉമ്മത്താ ഉമ്മത്തോ ഉമ്മത്താ വിഷമിക്കണ്ട കേട്ടോ. എന്തിനാ വിഷമിക്കണേ? ഞാനില്ലേ കരയണ്ട. ചിരിച്ചു. ഒട്ടകസിക്ക് ചിരിക്കാൻ പറഞ്ഞിട്ട് കുരങ്ങ്. 1 2 3 4 5 ഗണിക്ക് ഗണിക്ക് ഇടിക്കും മോനെ ദിനേശ. ഞാനിപ്പോ വരാം. അമ്മയുടെ പൊന്നല്ലേ. എൻ്റെ പൊന്നു തന്നെയാ. ഞാൻ പോവാ, എനിക്ക് പണിയുണ്ട്.